ഒരു ലൊക്കേഷനിൽ, അതായത് നമ്മളുടെ ഒരു വർക്ക് സ്പേസിൽ ഉള്ള ഒരു സുരക്ഷിതത്വം എങ്ങനെയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക്? അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ട് രീതിയിലുള്ള സുരക്ഷിതത്വം എന്നുള്ളത് ഉണ്ട്. ഒന്ന് വന്ന് ബേസിക് നെസസിറ്റീസിന്റെ ഒരു സേഫ്റ്റി. അതായത് ഇപ്പം കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ ഒന്ന് ബാത്റൂം യൂസ് ചെയ്യണമെങ്കിലോ, ഒന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ ബാഗ് വെച്ചിട്ട് പോകാനൊരു സ്ഥലം, അങ്ങനത്തെ ബേസിക് നെസസിറ്റീസിന്റെ ഒരു സുരക്ഷിതത്വം. പിന്നെ ഒരു സെക്ഷുവൽ രീതിയിലുള്ള സേഫ്റ്റി. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ കാരവാനും വാനിറ്റിയും ഒക്കെ വന്നത് കൊണ്ട് അറ്റ്ലീസ്റ്റ് ലീഡിങ് ആർട്ടിസ്റ്റിന് ആ ഫസ്റ്റ് തരത്തിലുള്ള സേഫ്റ്റി കുറച്ചെങ്കിലും ഒന്ന് ഗ്യാരണ്ടീഡ് ആണെന്ന് വേണമെങ്കിൽ വെക്കാം. പക്ഷെ ഇപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഡാൻസേഴ്സ് ആയിട്ട് വരുന്ന, ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാറില്ല എന്നതാണ് സത്യം. സോ ദാറ്റ് നീഡ്സ് ടു ബി ആൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. ഒരു ഫിലിമിൻ്റെ കോൺട്രാക്ട് ഒരു പ്രൊഡ്യൂസർ സൈൻ ചെയ്യുമ്പോഴത്തേക്കും ഇന്ന സൗകര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും എന്നുള്ളൊരു വാഗ്ദാനവും അത് പുലർത്തുകയും വേണം എന്നുള്ളതാണ്. ദാറ്റ്സ് ദ വെരി ക്രൂഷ്യൽ തിങ്. സെക്ഷുവൽ സേഫ്റ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവ്രിബഡി. അത് ഒരു ആക്ടറിൽ നിന്നാവട്ടെ, പ്രൊഡ്യൂസറിൽ നിന്നാവട്ടെ, ഡയറക്ടറിൽ നിന്നാവട്ടെ, ആര് തന്നെ വേറൊരു വ്യക്തി, ആ ടീമിനോട് സംബന്ധിച്ചിട്ടുള്ള വേറൊരു വ്യക്തിയിൽ നിന്ന് ഐ നീഡ് ടു ഫീൽ സേഫ്. ആസ് എ വുമൺ ഐ നീഡ് ടു ഫീൽ സേഫ്. അങ്ങനെ സേഫ് അല്ലെങ്കിൽ എനിക്ക് പോയി പറയാനുള്ള ഒരു ബോഡി ഉണ്ടാവണം. എനിക്കിങ്ങനൊരു സംഭവം നടന്നു, ഇല്ലെങ്കിൽ ഒരാൾ എന്നെ ഇങ്ങനെ ഈ രീതിയിൽ സംസാരം വഴിയോ ഒരു സ്പർശം വഴിയോ എന്താന്ന് വെച്ചാൽ എന്നെ അൺസേഫായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചു എന്ന് പോയി പറയാനുള്ള ഒരു ബോഡി ഉണ്ടാവണം. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടുപേരും വേണം. ആൻഡ് അതിന്റെ കർശനമായ നടപടികൾ എടുക്കാൻ അവർക്കൊരു സംവിധാനവും വേണം, അതോറിറ്റി വേണം, സംവിധാനവും വേണം. ആൻഡ് പണ്ടത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ആൻഡ് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതെയോ നമുക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലേ? എന്താണ്, ഒരു നോ പറയേണ്ട സ്ഥലത്ത് ഒരു നോ പറഞ്ഞിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു ഫ്രീഡം അന്ന് ഉണ്ടായിരുന്നില്ല? ഫ്രീഡമിനുപരി അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും നോ പറയാൻ പറ്റണമെന്നില്ല. ബിക്കോസ് അത് കാരണം നമുക്ക് നഷ്ടപ്പെടുന്നത് മേ ബി ഒരു റോൾ ആവാം, മേ ബി ആ മാസം നമ്മുടെ എൻറ്റയർ ഫാമിലിക്ക് കഴിച്ചു പോകാനുള്ള ഒരു വരുമാനമായിരിക്കാം നഷ്ടപ്പെടുന്നത്. ആ ഒരു പോയിന്റിൽ ഒരു സ്ത്രീ യെസ് പറഞ്ഞു പോകേണ്ട ഗതികേട് വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കേസല്ല ഞാൻ പറയുന്നത്, പൊതുവെ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവാം യുനോ. അപ്പം അവർ അതിന് യെസ് പറഞ്ഞു എന്ന് പറഞ്ഞ് ദാറ്റ് ഇസ് നോട്ട് സെക്ഷൽ അസോൾട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അത് കൺസെന്റ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ഔട്ട് ഓഫ് ഡെസ്പറേഷൻ. ഇറ്റ് സ്റ്റിൽ ഒരു പൊസിഷൻ ഓഫ് പവറിലുള്ള ആള് ഇവർക്ക് വേറെ ചോയ്സ് കൊടുക്കാതെ ചെയ്യുന്നതും ഇറ്റ് ഇസ് സ്റ്റിൽ സെക്ഷൽ അസോൾട്ട്. അതിൽ കൺസെന്റ് അവർ യെസ് പറഞ്ഞിട്ടാണല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ എം 100% പോസിറ്റീവ് ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഇങ്ങനെ സ്ത്രീകൾക്ക് നടന്നിട്ടുണ്ടെന്നുള്ള 100% ഐ കൻ അഷ്യൂർ യു. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നല്ലൊരു മാറ്റം വരുമെന്നും അഭിരാമി പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു കാരണം അങ്ങനെ ഒരു ബോഡി വേണം എന്നുള്ളത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് വരുന്ന സിനിമകളിൽ അത് ഉണ്ടാകും എന്നുള്ളൊരു ന്യൂസാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യെസ്, അത് സംഭവിക്കും. എല്ലാം ഒന്ന് മാറി മറിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ.